നമസ്കാരം. കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. പ്രധാന വേദിയായ സെന്റ് ജോസഫ് HSS അങ്കണത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു പതാക ഉയർത്തി. ശാസ്ത്രരംഗത്തെ അത്ഭുത പ്രതിഭകളുടെ ഛായാചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഓപ്പൺ ഗ്യാലറിയും പൊതുജനങ്ങൾക്കായി തുറന്നിട്ടുണ്ട്. സാക്ഷരതാ മിഷൻ നടത്തിയ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ പാസായി നടൻ ഇന്ദ്രൻസ്. മന്ത്രി വി ശിവൻകുട്ടി സാമൂഹ്യ മാധ്യമത്തിൽ കൂടിയാണ് വിജയവിവരം അറിയിച്ചത്. തിരുവനന്തപുരം അട്ടംകുളങ്ങരയിലെ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് നടൻ പരീക്ഷ എഴുതിയത്. ധർത്തി ആബ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട്, പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ നടന്നു. ജില്ലകളിൽ നിന്നും 89 പട്ടികവർഗ ഗ്രാമങ്ങൾ പദ്ധതിക്കായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഉപജീവന മാർഗം എന്നിങ്ങനെ 4 മേഖലകളിലായി പട്ടികവർഗ ജനതയുടെ സമഗ്ര വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ എന്നിവ പുനർനിർണയിച്ചതിന്റെ കരട് വിജ്ഞാപനം നവംബർ 18 പ്രസിദ്ധീകരിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്ന ഡെലിമിറ്റേഷൻ കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. പുനർനിർണയത്തിന്മേലുള്ള പരാതികളും ആക്ഷേപങ്ങളും ഡിസംബർ 3 വരെ സ്വീകരിക്കും. വികസിത് ഭാരത് അറ്റ് 2047 എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വർഷത്തെ ഭാരത അന്താരാഷ്ട്ര വ്യാപാരമേള ന്യൂഡൽഹി പ്രഗതി മൈതാനിയിൽ ആരംഭിച്ചു. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത, സമഗ്ര മേഖലകളെയും അഭിവൃദ്ധി, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള ഭരണ സംവിധാനത്തിലൂടെ സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളെയാണ് മേള പ്രതിദാനം ചെയ്യുന്നത്. കേരള ഗ്രോ, കേരള ഫെഡ്, അതിരപ്പള്ളി, ട്രൈബൽ വാലി എന്നിവയുടെ ഉൽപ്പന്ന സ്റ്റാളുകൾ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നവംബർ 27 മേള സമാപിക്കും. ആൽഫിറ്റോബിയസ് ജനുസിൽപ്പെട്ട വണ്ടുകളുടെ ലാർവകൾക്ക് പ്ലാസ്റ്റിക് തരംതിരിക്കാനും കഴിക്കാനും ദഹിപ്പിക്കാനും കഴിയുമെന്ന് കണ്ടെത്തി കെനിയയിലെ ഗവേഷകർ. പുതിയ കണ്ടെത്തൽ ആഫ്രിക്കയിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തെ നേരിടാൻ ഉപയോഗപ്രദമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്റർനാഷണൽ സെന്റർ ഓഫ് ഇൻസെക്ട് സൈക്കോളജി ആൻഡ് എക്കോളജിയിലെ ഗവേഷകരാണ് കണ്ടെത്തലിന് പിന്നിൽ. 24 മണിക്കൂറും സേവനം ലഭിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചു. പേനാവിൽ ഹെൽപ്പ് ലൈൻ ഓഫീസിന്റെ പ്രവർത്തനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരൻ നിർവഹിച്ചു. കുട്ടികളുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾക്കും പൊതുജനങ്ങൾക്കും രക്ഷിതാക്കൾക്കും 1098 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. വനിതാ ശിശു വികസന വകുപ്പ് നേരിട്ടാണ് ഹെൽപ്പ് ലൈൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഈ വർഷത്തെ ലോകായുക്ത ദിനാഘോഷം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് നിയമസഭാ സമുച്ചയത്തിലെ ബാങ്ക്വറ്റ് ഹാളിലാണ് പരിപാടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായവർക്ക് വേണ്ടിയുള്ള വിജയാമൃതം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ നവംബർ 20-നകം സുനീതി പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കണം. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പരാഗ്വേയോട് തോൽവി ഏറ്റുവാങ്ങി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. 1-നെതിരെ 2 ഗോളുകൾക്കാണ് മെസ്സിയുടെയും സംഘത്തിന്റെയും തോൽവി. അസുൻസിയോണിൽ നടന്ന മറ്റൊരു യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ വെനസ്വേലയെ സമനിലയിൽ തളച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.